പടച്ചോനെ നമ്മളെ അമ്മായിയമ്മല്ലേ പലഹാരം ഇങ്ങനെ വെട്ടി മുണങ്ങണ്. ഇതെപ്പ കെട്ടിയെടുത്ത് ഇനിയിപ്പൊ ഞമ്മളൊക്കെ ഈസ കീറിയിട്ടേ തള്ള തിരിച്ചു പോവും. എന്നാ അതാ നല്ലത്. പുയ്യാപ്പിളേ പുയ്യാപ്പിളേ. തള്ള കണ്ടുപിടിച്ച്. അല്ല ആരിത്? ഞമ്മളെ പുന്നാര അമ്മായിയമ്മല്ലേ ഇരുന്ന് ചായയും പലഹാരവും കഴിക്കണ്. ഇതെപ്പോ വന്ന് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് 2-3 ദിവസമായി. അത് പിന്നെ ഞമ്മക്കറിഞ്ഞൂടെ പുയ്യാപ്പിളെ? പുയ്യാപ്പിളക്ക് ഞമ്മളോട് പെരുത്ത് സ്നേഹാണെന്ന്. അൽഹംദുലില്ലാഹ്. എന്നാലും ഞമ്മൾ നിങ്ങളോട് പിണക്കാണ്. ഇന്ന് വന്നിട്ടല്ലല്ലോ, നാളെ രാവിലെ തിരിച്ചു പോകുന്നതിന് പകരം ഇന്ന് തന്നെ തിരിച്ചു പോകുന്ന മോൻ കണ്ടാലറിയാം. എന്നോട് ഇത് വേണ്ടായിരുന്നു. ഏയ്, ആര് പറഞ്ഞു ഇന്ന് പോണെന്ന്? ഞമ്മളെങ്ങും പോണില്ല. ആവു സമാധാനായി. അങ്ങനാണെങ്കിലേ നാളെ രാവിലെ ചായയും കുടിച്ച് ഫസ്റ്റ് ബസ് നമ്മൾ കയറ്റി അയക്കാം. കയറ്റി അയക്കാൻ ഞമ്മളെന്താ പുയ്യാപ്പിളെ കൊപ്പറച്ചാക്ക? നിങ്ങള് ബേജാറാവണ്ടെന്ന്. ഇനി 1 മാസം കഴിഞ്ഞിട്ടേ ഞമ്മള് തിരിച്ചു പോണുള്ളൂ. എന്താ പോരെ? പടച്ചോനെ, ശത്രുക്കൾക്ക് പോരും ഇങ്ങനത്തെ ഒരു ഗതി വരുത്തരുതേ അല്ലാ. എന്താ പുയ്യാപ്പിളെ? ഏയ് ഒന്നുമില്ല, നിങ്ങക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചാണ് നമ്മള്. പുയ്യാപ്പിളെ, പലഹാരം തീർന്നിക്കണ്. വേഗം പോയി ലേശം കോയിറച്ചിയും പത്തിരിയും ജിലേബിയും ഹലുവയും മിച്ചറും ഒക്കെ വാങ്ങിട്ട് വരും പുയ്യാപ്പിളെ. അല്ല, ഇതൊക്കെ കൂടിയിട്ടിട്ട് ഒരു സാമ്പാർ വെച്ചെന്നാ പോരെ? ഞമ്മളെ പുയ്യാപ്പിളേന്റെ ഒരു തമാശ. വല്ലാത്തൊരു പുയ്യാപ്പിള തന്നെ. വേഗം പോയി വരും പുയ്യാപ്പിളെ, ചെല്ലി. അല്ലാ, ഞമ്മളെ ഉമ്മാന്റെ കാല് പോയി. അല്ലാ. കാറ്റ് പോയോ? എന്താ സൂറാവി? നിങ്ങള് പോയപ്പോ ഉമ്മ അടുക്കളയില് വീണതാ. കണ്ടില്ലേ, കാലൊടിഞ്ഞു പോയി. അല്ലാ അല്ലാ. അല്ലോ, ഞമ്മക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലോ, നമ്മളോട് ഇത് ചെയ്തല്ലോ പടച്ചോനെ. എന്റെ ഗഫൂർക്ക, ഞമ്മളുമ്മാനോട് ഇങ്ങക്ക് ഇത്രേ സ്നേഹം ഉണ്ടായിരുന്ന? സ്നേഹം കൊണ്ടല്ല സൂറാവി, ഈ തള്ളേന്റെ കാലൊടിയുന്ന രംഗം നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ, അതോർത്ത് കരഞ്ഞതാ.